ഹായ് ഡിയേഴ്സ്, ഇന്ന് ഇതാക്കണ നമുക്ക് ചുടപ്പം പോലത്തെ വീഡിയോസ് ആണ് കേട്ടോ. ഇന്ന് രാവിലെ ചുട്ടെടുത്ത വീഡിയോസ് ആണ്. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോസ് ഒക്കെ നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീച്ചിട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞാനൊരു 5 മണിയായപ്പോഴത്തേന് നീച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ ഇത്ര നേരത്തെ കാലത്ത് നീച്ചേന്ന് ചോദിക്കാൻ മൂപ്പർക്ക് പണിയുണ്ട് കേട്ടോ. നമ്മളെ പുതിയാപ്പിളക്ക് പണിയുണ്ട്. അപ്പോൾ കഞ്ഞി, ചായ, ചോറ്, കടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളൊരാളല്ലേ ഉള്ളൂ. അപ്പോൾ വേഗം നീച്ചിട്ട് ഉണ്ടാക്കിയാൽ അത്രയും ഒരു ലാഭമാണല്ലോ നമുക്ക്. അതുകൊണ്ടാണ് നേരത്തെ കാലത്ത് നീച്ചത്. പിന്നെ കണ്ണന് പോകാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓണാവധിക്ക് വന്നതല്ലേ, 2 ദിവസം നിന്നല്ലോ. ഇനിയിപ്പോൾ ഇന്ന് പോവുകയാണ് കേട്ടോ. ഇന്ന് ബുധനാഴ്ച അല്ലേ. അപ്പോൾ ഇന്ന് ഇതാ പോവുകയാണോ ഓന്. അപ്പോൾ ഓന് ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പം നേരത്തെ കാലത്ത് നീച്ചാട്ടോ. അപ്പോൾ 6:30 ആകുമ്പോഴത്തേനും പോകും കേട്ടോ. 6:30 6:15 പോകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചാലാണ് എല്ലാ പണികളും ഒന്നും ഒരുങ്ങല്ലേ. അപ്പം നമ്മൾ മനസ്സ് വെച്ചാലാണ് എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കുള്ളൂ. അപ്പം അങ്ങനെ ഇതാക്കണം. നേരത്തെ കാലത്ത് നീച്ചിട്ട് ഇതിൻ്റെ പടിയോട് പണിയാട്ടോ. കോഴികൾ അങ്ങനെ കൂക്കി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ല രസമാണ്. ഈ ഒരു പെലച്ചക്ക് നീക്കുമ്പോൾ നല്ലൊരു വൈബല്ലേ. അപ്പം ഇങ്ങനെ പണിയെടുക്കാൻ ഉഷാറാണെങ്കിൽ, നല്ല ചാടി നിൽക്കുകയാണെങ്കിൽ ഒരു രസമാണ് കേട്ടോ. ഒരു പെലച്ചക്ക് നീച്ചിട്ടില്ല ആ ഒരു പണിയെടുക്കൽ എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഒക്കെ മടിയായിട്ട് പിന്നെ അങ്ങനെ കടന്നു പോകും. നമ്മൾ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടക്കൂല. അപ്പോഴാണ് ഈ ഒരു നേരം വൈകൽ കേട്ടോ. നീക്കാൻ നേരം വൈകൽ അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ നീച്ചാണ്ട് എല്ലാ പണികളും ഒരുക്കാൻ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ നീച്ചാലാണ് നമ്മളെ പണികളൊക്കെ ഒരുങ്ങുള്ളൂല്ലേ, വേഗം ഒരുങ്ങുള്ളൂ. നമ്മൾ നേരത്തിനും കാലത്തിനും ഒരുക്കി എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ നീക്കി തന്നെ വേണം. അപ്പം അങ്ങനെ ഇതാക്കണം. ഒരു 5 മണിക്കാണ് നീച്ചുകൊണ്ട്. പിന്നെ ഒരു തല്ലലും ആയിരുന്നു. അവിടെ ഭയങ്കര തലയിട്ട് തല്ലിയറിയില്ല, അമ്മാതിരി പണിയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കറിൽ ഇതാക്കണ കുറച്ച് ചിക്കനൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഗ്രേവി പോലെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതാക്കണേ നമ്മളെ ഈ കടായിൻ്റെ അരക്കോ പോലെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഇന്നലെ രാത്രി എത്തിയിട്ട് ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മുളകൊക്കെ കൂട്ടി വെച്ചിരുന്നു. അതിപ്പോൾ പെലച്ചൊക്കെ പൊരിച്ചു. ഇതാക്കണം കുക്കറിൽ ഇട്ടുകണ് കേട്ടോ. കറിയൊക്കെ വെക്കാനായിട്ട് വെച്ചിക്കണ്. പിന്നെ ചോറ് ഇതാക്കണം വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ തേങ്ങ കുറച്ച് ചിരകി എടുക്കുകയാണ്. അപ്പോൾ അപ്പത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചരി കൊണ്ട് നമുക്ക് ചീദോശ ഉണ്ടല്ലോ, ചീയപ്പാണ് ചൂടുന്നത്. ഇൻ്റെ ദോശച്ചട്ടി ഇതാക്കണം കുറച്ച് VIP ആയതുകൊണ്ട് തന്നെ അതിൽ ഇതാക്കണം പച്ചരി, വെറും പച്ചരി ഇങ്ങനെ അരച്ചാണ്ട് ഇങ്ങനെ ചുട്ടാൽ കിട്ടൂല കേട്ടോ. അതിൽ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കൂട്ടണം. ഒന്നെങ്കിൽ ചോറ് കൂട്ടണം, അല്ലെങ്കിൽ റവ, അവിലോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് അടിക്കണം. ഇന്നിപ്പോൾ ഞാൻ തേങ്ങ ചിരകിയാണ്ട് അടിക്കാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി അതാക്കണം വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ ഓൾക്കൊക്കെ പോകാനാകുമ്പോഴത്തേനും തീർക്കണമല്ലോ, പണികൾ തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു നേരം പണി എല്ലാതും അങ്ങോട്ട് ഒരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് പണി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കും കൂടി കണ്ട് ചോറ് വെച്ചു കേട്ടോ. മൂപ്പർക്കും എല്ലാവർക്കും കൂടി കണ്ടിട്ടാണ് ചോറ് വെച്ചു. ഒരു 2 ഗ്ലാസ് അരിയിട്ടാണ് ഇങ്ങോട്ട് ചോറ് വെച്ചു. ഇനിയിപ്പോൾ ഉച്ച വരെ നോക്കണ്ടല്ലോ, അടുപ്പത്തേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണം. ഞാൻ ചീയപ്പം ചൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചൂടുണ്ടാവില്ലേ, ചീയപ്പം അങ്ങനെ ചൂടുണ്ടാവും. വെറും പച്ചരി രാത്രി വെള്ളത്തിലിട്ടിട്ട് പിന്നെ രാവിലെ ഇങ്ങനെ മിക്സിയിലാണ്ട് നൈസായിട്ട് അരച്ചിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടാണ്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിൽ ചീന്നാണ് പറയുമ്പം ചീയപ്പാണ് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതാണ് ചീയപ്പം എന്നുള്ളത്. അപ്പം ഞാൻ വേഗം ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുക്കറിൽ കൂക്കിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിക്കനല്ലേ, വല്ലാതെ അങ്ങോട്ട് കൂക്കിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ പൊരിച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ഈ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുമല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. എന്താ അവസ്ഥ എന്നറിയാൻ ഒന്നും വെച്ച് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി അത് തന്നെ ഉണ്ടായിക്കോട്ടെ അല്ലേ. പിന്നെ ഇതാക്കണ വക ചെയ്യാൻ വല്ലാത്തൊരു പൂതി പറയുകയാണെങ്കിൽ കുറേ കാലത്തിന് ഉള്ളിലുള്ളൊരു പൂതിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കൂലേ, അത് ഉണ്ടാക്കാൻ നല്ലൊരു പൂതി ഉണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്, എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തി വെച്ച പരിപാടിയാണ് കേട്ടോ. പിന്നെ അമ്മക്ക് നല്ല നിച്ചുണ്ട്, അമ്മക്കറിയും കേട്ടോ. അമ്മ വീട്ടിൽ പോകുമ്പം ബീഫ് ബിരിയാണിയാണ് വെക്കൽ. പിന്നെ നമ്മളെ മക്കൾക്ക് ഇതാക്കണം ചിക്കൻ ബിരിയാണി ഹോട്ടലിൽ നിന്ന് വരുത്തിക്കലാണ്. ബാക്കി എല്ലാവരും ബീഫ് തിന്നും. കുഞ്ഞാറ്റി ഉണ്ണിമോളും ബീഫ് തിന്നലില്ല. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ് അമ്മനോട് പറയൽ. പിന്നെ നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സ്നേഹത്തിൻ്റെ പൊടികൾ കുറച്ച് കൂടുതൽ ഇടൂല്ലേ. ബാക്കി പൊടികൾ കുറച്ചിട്ടാലും തിരക്കേടില്ല. അപ്പോൾ അങ്ങനെയാണ് അമ്മ വെക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതടിക്കാനായിട്ടൊരു ദിവസം പോകണം എന്നുണ്ട്. ഇപ്പോൾ ഓണമായിട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ. മക്കളൊന്നും ഇവിടെ ഇല്ലതാണ് കേട്ടോ. മക്കൾ ഓണത്തിൻ്റെ പിറ്റേന്ന് പോയതാണ് തറവാട്ടിക്ക്. നമ്മളെ അമ്മായിമ്മൻ്റെ അടുത്തേക്ക് പോയതാണ്. ഇതുവരെ വന്നിട്ടില്ല. നാളെ മറ്റന്നൊക്കെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ കൂടെ. ഇന്നിപ്പോൾ കണ്ണൻ്റെ കൂടി പോയാൽ പിന്നെ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും തന്നെയുള്ളൂ. ഓല് വരുന്നില്ലേന്ന് ചോദിച്ചു, മക്കളോട് വരുന്നില്ലേന്ന് ചോദിച്ചപ്പം നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അവിടെ പിന്നെ മൂത്തച്ഛൻ്റെ കുട്ടികൾ ഇളച്ചൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓല അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട ഇനിയിപ്പോൾ കണ്ണം പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആകപ്പാടൊരു വെറി അയക്കാരം കേട്ടോ, ഒരു ജാതി അയക്കാരം. അപ്പോൾ ഏതായാലും പറഞ്ഞ് നമ്മൾ കുക്കറൊക്കെ ഒന്ന് കൂക്കിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കൂക്കിയപ്പോൾ ഞാനത് അവളെ ഇറക്കി വെച്ചു. പിന്നെ ചോറ് വാർത്തച്ചിന്ന് അതൊന്നും എളുപ്പത്തിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ചായ ആയിട്ടുണ്ട്, അത് ഓഫാക്കി വെച്ചു. പിന്നെ അപ്പാണ് ചുടാനുള്ളത്, അപ്പോൾ വേഗം ഒന്ന് അപ്പം ചുട്ട് വെക്കട്ടെ. അപ്പോൾ ഇത്തിരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിപ്പോൾ ഓന് കൊണ്ടുപോകും വേണം, പിന്നെ ചായക്ക് കൂട്ടും വേണം, പിന്നെ ഉച്ചക്കൽ ഇതാക്കുന്നത് ഇതന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കിഴങ്ങും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, പൊരിച്ചതായതുകൊണ്ട് ഞാൻ കിഴങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ് ബാക്കി പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പര് നീച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടിരിക്കും പറഞ്ഞതാട്ടോ. ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് പോയതാണ്, അവിടെയൊക്കെ നല്ല ഇരുട്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പര് ഏതായാലും നീച്ചല്ലേ പണി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് മൂപ്പരോട് പറഞ്ഞതാണ് ഒരു ഇല വെട്ടിക്കൊണ്ടുവരാം. അപ്പോൾ കണ്ണന് തങ്ങൾ കുറച്ച് ദൂരം പോകാനല്ലേ, അപ്പോൾ പാത്രത്തിലാക്കി കൊടുത്താൽ ഓൻ്റെ ഡ്രസ്സിലും അതേപോലെ തന്നെ ബാഗിലും എല്ലാത്തിനും ചിന്തിയിട്ടു. നാളെ നമ്മൾ ചോറ് ഓൻ്റെ പാത്രത്തിലാക്കി കൊടുത്തപ്പോൾ എല്ലാത്തിലും കറിയും കാര്യങ്ങളൊക്കെ ചിന്തിയിട്ട് ആകെ വഷളായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ പിന്നെ ഞാൻ ഇലയിലാണ് കേട്ടോ കൊടുക്കണത്. കറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഗീസിൽ കെട്ടി കൊടുത്താലും കുഴപ്പമില്ലല്ലോ. അപ്പം ഞാനിതാണ് മൂപ്പര് വെട്ടിക്കൊണ്ടുവന്ന വില ഞാനൊന്ന് കഴുകി വെക്കിയതാട്ടോ. പൊടിയൊക്കെ ഉണ്ടാവില്ല, അത് കഴുകിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കീറുകയും ചെയ്തു. അതിൽ പിന്നെ ഇതാക്കണ വേറൊരു ഇലയും കൂടി വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പണി വേണമല്ലോ, പെലച്ചക്കാകുമ്പോൾ എല്ലാവരും നീക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെറുത് മട്ടത്തിലൊക്കെ പണി കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു അച്ചാറും കുപ്പി നമ്മൾ ഓണത്തിന് വാങ്ങിയതാണ്, നാരങ്ങാച്ചാർ കേട്ടോ, കുറച്ച് വലിയ കുപ്പിയാണത്. അപ്പോൾ ഓനത് കണ്ടപ്പോൾ ഞാൻ അത് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഓന് കൊണ്ടാകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. 2 കുപ്പി ഉണ്ടായിരുന്നു, അത് 2ത്തേക്ക് ഒഴിച്ചാണ്ട് ഈ ഒരു വലിയ കുപ്പിക്കാക്കി കൊടുത്തു കേട്ടോ. പിന്നെ മക്കൾ പോകാതെ നേരത്തെ എന്തൊക്കെയാണ് കൊടുക്കത്തേക്കണ്ടി അറിയില്ലല്ലോ, പക്ഷെ ഓൻ അങ്ങനെ കൊണ്ടുപോകില്ല. അച്ചാറും വല്ല ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും, അത് പോൽക്ക് 1 ദിവസത്തിന് 2 ദിവസത്തിന് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഞാനിതേ ഇല്ല അച്ചാർ മുഴുവൻ ഇതിൽ കുത്തി നിറച്ചാക്കിയാണ്ട് വേഗം ഓന് എടുത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ കറി ആയി കഴിഞ്ഞിട്ട് ഞാൻ പ്ലേറ്റിലൊന്ന് പാർന്ന് വെച്ചു കേട്ടോ, കറീനൊക്കെ ഒന്ന് പ്ലേറ്റിൽ പാർന്ന് വെച്ച്. അപ്പോൾ കവറിലാക്കാനല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കാനല്ലേ, അപ്പോൾ ഒന്ന് തണുത്തോട്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് കറി ഞാൻ പ്ലേറ്റിലൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച്. പിന്നെ ചോറ് നല്ല ചൂടുള്ള ചോറും, അപ്പോൾ ഇലയിലിട്ടുമ്പോൾ വലിയ വിഷയമല്ലല്ലോ. അപ്പോൾ പാത്രത്തിലാക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചാലോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പം ഞാൻ ഇലയൊക്കെ വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ മൂപ്പര് ഇതാ 2ാം വട്ടം ഇല വെട്ടി കൊണ്ടുവരുന്നുണ്ട്. മൂപ്പര് ഇതാക്കണ ബാത്റൂമിക്ക് മണ്ടല്ല പരിപാടിയായിരുന്നു, അതിലായിരുന്നു ഇപ്പോൾ പിടിച്ച് വെച്ചത് ഞാൻ. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണമല്ലോ, നേരത്തെ കാലത്ത് നീക്കുകയാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക പണിയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനുള്ളത്. അപ്പം ഞാൻ ആ ഇലയൊക്കെ കഴുകി കൊണ്ടുവന്നാണ്ട് ഒന്നുകൂടി ഒന്ന് വാട്ടട്ടെ കേട്ടോ. അപ്പോൾ വാട്ടുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ നടുക്കഷ്ണമാണ് മൂപ്പര് വെട്ടി കൊണ്ടുവന്നത്. ആദ്യം വാൽക്കഷ്ണമായിരുന്നു വെട്ടിയത്, ഇന്നിപ്പോൾ നടുക്കഷ്ണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് മടക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടുന്നതിൻ്റെ പകരം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു നടുഭാഗത്ത് ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഇലൻ്റെ നടുഭാഗത്തൊരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ഒരു നാര് പോലെ, അപ്പോൾ അത് ഇതൊക്കെ നൈസായിട്ടൊന്ന് ചീന്തി കൊടുക്കൂട്ടോ. അപ്പോൾ അതിങ്ങനെ വാടി വരുമ്പം ഇങ്ങനെ അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആയിക്കാരം. അതാണ് പറഞ്ഞു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് ഓടിക്കാനും മറയ്ക്കാനും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് കത്തിക്കൊണ്ട് ഒന്ന് മുറിന്ന് കൊടുത്താൽ അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ, പൊട്ടൂല കേട്ടോ, വേഗം പൊട്ടൂല വാഴൻ്റെ ഇല. അല്ലെങ്കിലും ഈ ഒരു വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിങ്ങോട്ട് ചോറ് തിന്നുക എന്ന് പറയുമ്പോഴല്ലോ അതൊരു വികാരം തന്നെയാണല്ലേ. പണ്ടത്തോരതാണെങ്കിലും ഇപ്പോഴത്തോരതാണെങ്കിലും അതൊരു വികാരം തന്നെയാണ്. വാഴൻ്റെ ഇലയിൽ ചോറിട്ടാണ് ഉച്ച നേരത്താണ് തുറന്നിട്ട് തിന്നുമ്പോണ്ടല്ലോ വാഴൻ്റെ ഇലയെ മണക്കണത്, ചോറാ മണക്കണത്, കറിയാ മണക്കണമെന്ന് പറയാൻ പറ്റൂല അല്ലേ. അതൊരു നല്ല മണം, കാരണം കുറേ തിന്നാനും തോന്നും. പക്ഷേ ആ ഒരു വാഴൻ്റെ ഇലയിൽ കൊണ്ടുവരുന്ന ചോറ് മൊത്തത്തിൽ നമുക്ക് തിന്നാനും കഴിയൂല അല്ലേ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വാഴൻ്റെ ഇലയിൽ ഇടുമ്പോൾ അതിലെ അളവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വട്ടപാത്രത്തിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു ലെവലുണ്ടല്ലോ, പക്ഷെ നമുക്ക് ഈ ഇലയിൽ കൊണ്ടുപോകുമ്പോൾ ലെവൽ കിട്ടൂല കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ്, ലെവൽ കിട്ടാത്തൊരു പരിപാടി ഉണ്ടാവുക. പിന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ പൊതി വലുതാവുമ്പോഴാണ് പൊതി വലുതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലായോ തോനെ ചോറുണ്ട് എന്നില്ലേ. അപ്പോൾ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ, അച്ചാറോ തൈരോ പരിപാടികളൊന്നുമില്ല. നമ്മൾ അച്ചാർ കൊടുത്തയക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടേ എന്ന് വെച്ചിട്ടേന്ന്. പിന്നെ ഈ ഒരു പ്ലേറ്റിൽ കറി പാർന്നു വെച്ചോണ്ട് തന്നെ നല്ല തണുപ്പ് ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പ് കറിയാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിടുന്നത്. പിന്നെ ചൂടുള്ളതൊന്നും അങ്ങനെ ആക്കാൻ പറ്റൂലല്ലോ. അപ്പം നല്ല പ്ലേറ്റിൽ വിളമ്പി വെച്ചപ്പോൾ ഉസാറായിട്ടോ. പിന്നെ ചോറിൻ്റെ മേലെയാണ് വെക്കുന്നത്, അതാണ് ഇപ്പോൾ ഒരു വിഷയമുള്ളത്. അല്ലെങ്കിൽ അവൻ്റെ ബാഗിലും പുതപ്പിലും ബിരിയിലൊക്കെ പാടാകും കേട്ടോ. അല്ലെങ്കിൽ നമുക്കങ്ങനെ പാത്രത്തിലൊക്കെ കൊടുത്തയച്ചാൽ മതിയെന്നു. പിന്നെ അവിടെ വരെ എത്തണ്ടല്ലോ. അങ്ങനെ ഇതാക്കണം. ഈ ഒരു പരിപാടി കഴിഞ്ഞിരിക്കണം കേട്ടോ. അവൻ്റെ ചോറാക്കൽ പരിപാടി കഴിഞ്ഞിരിക്കണം. നല്ല ടൈറ്റാക്കി കെട്ടി ഇതിൻ്റെ മേലെ അങ്ങോട്ട് കെട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ഉച്ചക്ക് ഇതാക്കണം തുറന്നിട്ട് തിന്നാലാണ് മതി. നല്ല ടേസ്റ്റ് ആയി. കാരണം
പിന്നെ ഇപ്പം കണ്ടപ്പോഴാണ്ടോ വല്ല അച്ചാറോ ചമ്മന്തിയും കൂടി വെച്ചു കൊടുത്താൽ മതിയെന്നൊന്ന് ഓർത്തത്. പിന്നെ അതോടെ കേട്ടെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇപ്പം ഈ ആഴ്ചയിൽ വരലുണ്ട് കേട്ടോ. ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച പോകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകലാണ് കേട്ടോ. അപ്പോൾ ഓന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം നേരത്തെ ഓലൊക്കെ ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിനിങ് ആണ്, എന്നാലും ഓൽക്ക് ചെന്നിട്ടില്ലെങ്കിൽ ഓൽക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ കാലത്ത് അങ്ങോട്ട് പോകലാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ മൂപ്പർക്കില്ലാതാക്കൽ തുടങ്ങി കേട്ടോ. 6:30 ആകുമ്പോഴത്തേന് പണിക്കിറങ്ങാനുള്ളതാണല്ലോ. അപ്പോൾ അതാക്കി. പിന്നെ കഞ്ഞി ആക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ണം പോകാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ഇനി പോണതൊന്ന് കുറച്ച് നേരം ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കെട്ടും കെട്ടി പോകുമ്പോൾ ഒരുമാതിരി ഇടങ്ങേറാട്ടോ, ഒരു ജാതിരി ഇടങ്ങേറുണ്ട് നമുക്ക്. അപ്പോൾ എങ്ങനെ ഏതൊരു അമ്മമാർക്കും ഉണ്ടാകുമല്ലോ, മക്കളിങ്ങനെ നമ്മളെ വിട്ടങ്ങോട്ട് പോകുമ്പം ഒരാഴ്ചയൊക്കെ ഉള്ളൂ, എന്നാലും ഒരു ഇടങ്ങേറാണ്. അപ്പോൾ ഓനവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചായയൊക്കെ കുടിക്കുകയൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ മൂപ്പർക്ക് കഞ്ഞിയാക്കട്ടെ കേട്ടോ. 10 മണിക്ക് കുടിക്കാനല്ല, കഞ്ഞിയാക്കട്ടെ. അപ്പോൾ കഞ്ഞിയും കൂടി ആക്കണം, കഞ്ഞിയാക്കണം. പിന്നെ അതിനൊരു ഇത്തിരി കറിയും കൂടി പാത്രത്തിലാക്കി കൊടുക്കണം. പിന്നെ വെള്ളമാക്കണം. അങ്ങനെ പിന്നെ നമുക്ക് പണികളാണ്. നമ്മൾ 2 നായി ചോറ് വെച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടിക്കാനും തിന്നാനും പോകാനും ഒക്കെ ആയി തുടങ്ങിയത്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് നമുക്ക് വേറെ ചോറ് വെക്കണ്ട, ചോറും കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ചേ അരി ഇട്ടിട്ടുള്ളൂ. പിന്നെ മക്കളും ഇല്ലല്ലോ. ഞാനിപ്പോൾ വല്ലാതെ അങ്ങോട്ട് അങ്ങനെ ഉച്ചക്ക് ഒറ്റയ്ക്ക് ആകുമ്പോൾ അങ്ങനെ തീറ്റയും പോകില്ല കേട്ടോ. വല്ലാതെ അങ്ങോട്ട് തിന്നാനും ഉണ്ടാവില്ല. ആരും ഇല്ലെങ്കിൽ, ആരും ഉണ്ടാനും വർത്താനും പറയാനൊന്നും ആരും ഇല്ലെങ്കിൽ നമുക്കൊരു ജാതി മനസ്സിൽ കിടങ്ങേറാണ്. പിന്നെ എനിക്കായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കലുമില്ല. അങ്ങനെ കഞ്ഞി ആക്കി വെച്ചിക്കണ്. പിന്നെ അപ്പം ഒരു 3-4 അപ്പവും ആക്കി വെച്ചിക്കണ് കേട്ടോ. അപ്പത്തേക്ക് പിന്നെ മൂപ്പർക്ക് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ചായയും അപ്പം കൊട്ടി കടിച്ചു കൂട്ടി അങ്ങനെ കുടിച്ചോളും. പിന്നെ കഞ്ഞിക്ക് ഞാൻ വേഗം ആ ഒരു കറി ഒന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു കുക്കറിൽ വേവിച്ച കറി ഉണ്ടല്ലോ, അതിപ്പോൾ നുള്ളി വരച്ച് അങ്ങനെ എടുത്ത് വെക്കണം. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പില്ലായിരുന്നു. ഉപ്പിൽ ഇപ്പോൾ നമ്മളെ ആ മുട്ടായി ഉണ്ടല്ലോ, നമ്മൾ കിൻഡർ ജോയിൻ്റെ മുട്ടായി, അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിലാണ് ഉപ്പാക്കി വെക്കണത്. അപ്പോൾ ഉപ്പ് ഇതാക്കണ കഞ്ഞിയിലിടുകയാണ്. ഈ കേട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു. ഒന്നാമത് വെയിലും കാര്യങ്ങളല്ലേ, അപ്പോൾ കേട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ് ഞാൻ ഇതാക്കണ ഈ ഒരു മഞ്ഞപ്പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിക്കുള്ള ചായ ആക്കണം, പിന്നെ വെള്ളമാക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഇനിയും. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇതൊക്കെ പാടെ വെച്ചും വിളമ്പിയതും ഒക്കെ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഒത്തിരി നേരം ഇതാ വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. വെളിച്ചതാക്കണ ആ ഒരു ഗില്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചത് ചായയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നിറച്ച് ചായ വയ്ക്കും കേട്ടോ. മൂപ്പര് നല്ലൊരു ചായ കുടിയനാണ്. എപ്പോഴും ചായ ഇങ്ങനെ കുടിക്കില്ല, പക്ഷെ ആ കുടിക്കുന്ന നേരത്തെ ഒരുപാട് ചായ കുടിക്കും കേട്ടോ. പിന്നെ വെള്ളം ചൂടുവെള്ളമാണ് ആക്കുന്നത്. വലിയ ചൂടൊന്നുമില്ല, രാത്രി തിളപ്പിച്ച് വെച്ചല്ലേ, വലിയ ചൂടൊന്നുമില്ല. എന്നാലും മീഡിയം ചൂടിൽ ഞാനൊന്ന് കുപ്പിയിലാക്കി വെക്കട്ടെ. അപ്പോൾ മൂപ്പര് ഇതാക്കണ കോട്ടും സൂട്ടൊക്കെ ഇട്ടാണ്ട് ഇതാക്കണം, ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആക്കി വെച്ചിട്ട് പോകാലോ എന്നില്ല, ഇതിലിങ്ങനെ നടക്കുകയാണ്. ചായയും കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണം പോകാനായോ നോക്കി ഇങ്ങനെ നടക്കാം കേട്ടോ. ഓന് പൈസയൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. ഓൻ്റെ ഇടയിൽ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ അങ്ങോട്ട് എത്തിയിട്ട് വിളിക്കാനാട്ടോ, ചായ കുടിച്ചോണ്ട് കിട്ടോ എന്നിങ്ങനെ ആഴ്ചയിൽ പറയണം. അത് നമുക്കൊരു സമാധാനമാണല്ലോ, നമ്മളെ അച്ഛനും അമ്മക്കൊക്കെ ഒരു സമാധാനമാണ് അത്. മക്കളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഓൾക്ക് ചിലപ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും, പക്ഷേ നമുക്ക് അങ്ങനെയല്ലല്ലേ. നമ്മളിതിങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലോ ഓൻ ചെയ്തിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയണത്. പക്ഷെ മക്കൾക്ക് അത് മനസ്സിലായിക്കോളണമെന്നില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഓൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ക്യാമറ കൈമെന്ന് തച്ച് പിടിച്ച് കൊണ്ടുവന്ന് ഇതാക്കണ ഓൻ പോണത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടോ. ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷൂട്ട് ചെയ്യണമല്ലോ. ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ ഫുൾ വീഡിയോ ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. നമ്മളിത് ഈ രാവിലത്തെ നേരത്തെ കാലത്ത് നീച്ച് ഒരു 5 മണി തൊട്ട് ഒരു 6:30-7 മണി വരെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിയൊക്കെ തന്നെയൊക്കെ വിട്ടു. ഓന് കൂക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ക്യാമറ ഒക്കെ ഇങ്ങനെ ഓണാക്കി കണ്ടപ്പോൾ ഓൻ കൂക്കലൊക്കെ നിർത്തി ആയിക്കൂടാണ്ട് പോയിട്ടോ. ഓൻ നീച്ചാൽ പിന്നെ രാധമാരപ്പം അങ്ങോട്ട് മണ്ടിക്കോടി നടക്കുക എന്നല്ലാതെ ഓന് വേറെ പുറത്താനൊന്നുമില്ല. ഓന് ഇതൊക്കെ തന്നെയാണ് പണി. അതിൻ്റെ ഇടയിലുള്ള കണ്ണന് ഓട്ടോറിക്ഷയൊക്കെ വന്നു. ഓൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പം എപ്പോഴും ഒരുമാതിരി ഇടങ്ങേറ് കേട്ടോ. മനസ്സിക്ക് ഭയങ്കര ജാതി ഇടങ്ങേറാണ് ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ പൊതുവേ മൂപ്പരാണ് കൊണ്ടാക്കി കൊടുക്കൽ. പണി ഉണ്ടായെന്ന് തന്നെ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കൽ കഴിയൂല കേട്ടോ. അപ്പോൾ ഒരു 300 റുപ്യാണ് നിലമ്പൂർക്ക് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 300 റുപ്യാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു 150 വെച്ച് കൊടുത്താൽ മതിയല്ലോ. ഓനും ഫ്രണ്ടും ആണ് ഇവിടുന്ന് പോണത്. അങ്ങനെ ഇതാക്കണത്. ഓനെ പറഞ്ഞയച്ച് കഴിഞ്ഞേരം മൂപ്പര് ബാഗിലൊക്കെ ആക്കിയിട്ട്, കുട്ടികളെ പോലെ ബാഗിലൊക്കെ ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോറ്, ചായ, വെള്ളം, അതേമാതിരി തന്നെ കടിയൊക്കെ പാടെടുത്തിട്ട് പോകാനാണ്. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, അടുക്കളയിലും വലിയ പണികളൊന്നുമില്ല കേട്ടോ. ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയതല്ലേ, ഇപ്പോൾ വലിയ പണികളൊന്നുമില്ല. മൂപ്പരെയും കൂടി പറഞ്ഞയച്ചാൽ അത് സമാധാനമായി.
ഇപ്പം തന്നെ ഇതാക്കണ 6:15 കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് 6:30 ആകുമ്പോഴത്തേന് പണീൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തണം. അപ്പോൾ അവിടെ ഇതാക്കണ ഒരു കാക്കാക്കാണ് പണി. അടക്ക പൊറുക്കലും അതേമാതിരി വളടലും, വാഴക്ക് വളടൽ, കവുങ്ങിന് വളടൽ, അങ്ങനത്തെ വളടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പണിയുള്ളത് കേട്ടോ. അപ്പോൾ മൂപ്പരും തന്നെ കത്തിയും കോടാലിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒറ്റക്കാണ് കേട്ടോ പണിയുള്ളത്. ആ ഒരു മുതലാളിക്കാണെങ്കിൽ പിന്നെ വേറെ പണിക്കാരൊന്നും പറ്റൂല കേട്ടോ. ഒരൊറ്റ പണിക്കാരേ പറ്റുള്ളൂ. രണ്ടാളെ വിളിക്കാന്ന് പറഞ്ഞാലൊന്നും പറ്റൂല കേട്ടോ. ഈ ഒരു ഒറ്റക്ക് പണി എടുക്കുമ്പോൾ ഭയങ്കര ബോറടിയാണെന്ന് മൂപ്പര് ഇടക്കിടക്ക് വന്ന് പറയലുണ്ട് കേട്ടോ. ഒറ്റക്ക് വളം ഇടലും അതേമാതിരി അതിൽ മാടലും അങ്ങനെ പൊറുക്കലും എന്നൊക്കെ ആകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ഭയങ്കര മടിയാണെന്നാണ് പറയൽ. പോകാൻ തന്നെ മടിയാലുണ്ട്. പക്ഷെ മുതലാളിക്ക് എങ്ങനെ രണ്ടാളെ കൊണ്ട് താങ്ങൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാ കിട്ടണ പണിയല്ലേ, നമ്മളെ കാര്യമല്ലേ നോക്കുള്ളൂ. അപ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക് ഇങ്ങനെ മടിച്ചിട്ടാണ് പോണത്. അങ്ങനെ ബാഗിലൊക്കെ ആക്കി കൊടുത്തിട്ട് മൂപ്പര് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അടിച്ചു വാരാനുണ്ട്. പിന്നെ അടിച്ചു വാരിയിട്ട് നമ്മൾ ഇത്തിരി തീരുമാനമുള്ളൂ കേട്ടോ. മക്കളില്ലാത്തതുകൊണ്ട് തന്നെ കുറേ തീരുമാനമൊന്നുമില്ല. അല്ലെങ്കിൽ ഓൾതൊക്കെ ഉണ്ടാവുമല്ലോ യൂണിഫോമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചേ തീരുമാനമുള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിയിടണം. അതിൻ്റെ ഇടയിൽ മൂപ്പര് പോയി കഴിഞ്ഞാൽ മണ്ടി വന്നിട്ട് അടുക്കള വൃത്തിയാക്കിട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇവിടേക്ക് വല്ലാതെ അങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ഉച്ചക്കൊക്കെ ഇതാക്കുന്ന ചോറുണ്ട്. നമുക്ക് 2 കിലോ ചോറുണ്ട്. ഇത് രാത്രി ഇറച്ചി കുറച്ച് പൊരിച്ചെന്ന് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് പൊരിച്ചാണ്. അപ്പോൾ അത് 2 കഷ്ണം ഉണ്ട്. പിന്നെ നമ്മളിതാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു കടായി പോലെ അതിൻ്റെ ഒരു ഏതൊക്കെയോ അനിയത്തിൻ്റെ പോലെ വെച്ചു എന്നില്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതാ ബീഫ് വരട്ടിയുണ്ട് കേട്ടോ. ഞാൻ മൂപ്പർക്കില്ലാണ്. അപ്പം അതൊക്കെ തന്നെയാണുള്ളത്. പിന്നുള്ളത് ഗ്യാസുമ്പോൾ തന്നെ ചായയാണ് കേട്ടുള്ളത്. ചായ നമ്മൾ ചീയപ്പം ഉണ്ട് കുറച്ച്. ഇനിയിപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കാൻ പോലെ ഇരുന്ന് ചായ കുടിക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പം ഈ ഒരു വീട് ഒരു പ്രേതാലയം പോലെയാണ് കേട്ടോ. ഒരു മട്ടിപ്പാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഭയങ്കര ബോറടിയാണ്. പിന്നെ കരച്ചിൽ വരുമോ എന്നൊക്കെ തോന്നിപ്പോകും. അപ്പോൾ സമയം ഇതാക്കണ 7 മണി അടുക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരട്ടെ കേട്ടോ. വേഗം ഒന്ന് പോയി അടിച്ചു വാരട്ടെ. മുറ്റടിച്ചു വാരിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്ന് മുറ്റടിച്ചു വാരിയിട്ട് തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ പേപ്പറൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ വേഗം ഒന്ന് മുറ്റടിച്ചു വാരിയിടട്ടെ കേട്ടോ. പിന്നെ വെയിൽ നല്ല മൂക്കുമ്പോക്കിന് ഒന്ന് കുളിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വല്ല പണികളൊന്നും ഇല്ലല്ലോ. അടിച്ചു വാരി തുടച്ചിടുക എന്നല്ലാതെ വേറൊരു പണികളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതാക്കണം മെഷീനിലൊന്നും ഇരിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ വെട്ടിയൊക്കെ വെച്ചിങ്ങനെ വെട്ടാനും അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ കടന്ന് മനത്തേക്ക് തുപ്പണേം കാട്ടിലും നല്ലതെന്താ എന്തെങ്കിലും ബിസി ആയിട്ട് ഇരിക്കല്ലേ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാനൊന്ന് അടിക്കാമെന്നാണ് വിചാരിച്ചിട്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുണമലൊക്കെ തോണ്ടിയിരുന്നിട്ട് പിന്നെ വേഗം ഒന്ന് മെഷീമ കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് അടിച്ച് കൊടുക്കാണ്ട്, ഇന്ന് കൊടുക്കാണ്ട്, നാളെ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പരിപാടി ഉള്ളത്. അപ്പോൾ ഒരു നേരം നമുക്ക് വെറുതെ ഇരിക്കാനുള്ളൊരു നേരമില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. വെറുതെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും ചോദിച്ചാൽ ചിന്താഗതി കുറച്ച് കൂടുതലാവൂലേ. പിന്നെ നമ്മൾ പല ചിന്തകളേക്കാരം. പിന്നെ പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കാനേ നമുക്ക് നേരം ഉണ്ടാകുള്ളൂ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് ഇതാകണം എപ്പോഴും ബിസി ആയിട്ടിരിക്കുക. അതേക്കാരം ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ഇതാകണം മുറ്റൊക്കെ അടിച്ചു വരി കഴിഞ്ഞാൽ പേപ്പറൊന്നും വായിച്ചിട്ടോ. പേപ്പറിൽ ഇപ്പം അതിന് മാത്രം ചൂടുള്ള വാർത്തകളൊന്നുമില്ല. നമ്മൾ ഫോണിൽ കാണുന്ന വാർത്തകളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അതൊന്നും കണ്ണോടിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് കോഴിയും കുട്ടികളൊക്കെ ഇങ്ങനെ ചെനക്കി പറത്തി ഇങ്ങനെ ഇരിക്കാട്ടോ. നമ്മൾ അടിച്ചു വാരിയ ഭാഗത്തു കൂടെ ഒക്കെ ചെനക്കി പറത്തി കുത്തിരിക്കുകയാണ് ഓൾക്ക് പണി. അപ്പോൾ 1-2 കുട്ടികൾ ഉണ്ടായതാണ്. അപ്പോൾ ഒരു കുട്ടീനെ എന്തോ കാക്കയും പൂച്ചയെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം മുട്ടയിൽ നിന്ന് ഇറങ്ങാൻ ഇടണ്ടാവില്ല കാക്കയും പൂച്ചയും കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ തങ്ങനെ പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മണിക്ക് നീച്ചതാണെങ്കിലും 7:30 മണിയായപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ്. പിന്നെ അകത്തേക്ക് നോക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കരച്ചിലൊക്കെ വരിക കേട്ടോ. ആരും ഇല്ലായിട്ടാണിത്. പിന്നെ നമ്മളെ വീഡിയോ ഇതാക്കണം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ മൈ ഡിയർ ഫാമിലി എന്നുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. തൊട്ടടുത്ത് കാണണം ബെൽ ബട്ടൺ നിൽക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാളെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ എന്താക്കണം ലൈക്കുമ്പോൾ തോണ്ടാൻ മറന്നവരൊന്നും തോണ്ടിക്കോളിട്ട്. പിന്നെ കമൻറ്റ് ഇടണം, ഷെയർ ഇടണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.